നമശിവായ. സർവേഷാം സുഖിനോ ഭവന്തു. ഭൈരവ ആസ്ട്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശിക്ക് സമീപമുള്ള കുറ്റാലം എന്ന സ്ഥലത്താണ്, തമിഴ്നാട്ടിലാണ്. പ്രകൃതി രമണീയമായ സ്ഥലവും മനോഹരമായ വെള്ളച്ചാട്ടം കൊണ്ടും ശ്രദ്ധേയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം. കുറ്റാലത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് ഞാനിന്ന് വന്നത്. ഈ ക്ഷേത്രം ആദ്യകാലം ഒരു വിഷ്ണു ക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രം അഗസ്ത്യരുടെ വരവിന് ശേഷം ശിവക്ഷേത്രമായി പരിണമിക്കുകയായിരുന്നു. അതിൻ്റെ ഐതിഹ്യം പറയുന്നത് ഇത് പൂർവ്വകാലത്ത് വിഷ്ണു ക്ഷേത്രമായിരുന്നു എന്നും ശിവപാർവതിമാരുടെ വിവാഹം കൈലാസത്തിൽ നടക്കുന്ന സമയത്ത് ദേവന്മാരും ഋഷിമാരും അവിടേക്ക് ചെന്നെത്തുകയുണ്ടായി. ഇവരുടെ ഭാരത്താൽ കൈലാസം താഴാൻ തുടങ്ങി. അപ്രകാരം ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടമായി. ഇത് മനസ്സിലാക്കിയ മഹാദേവൻ തൻ്റെ ശിഷ്യരിൽ പ്രധാനിയായ അഗസ്ത്യനെ വിളിച്ച് ഭൂമിയുടെ തെക്കേ അറ്റത്തുള്ള കുറ്റാലം എന്ന ഈ ദേശത്ത് വരാനും ഇവിടെ മകുടാഗമ സമ്പ്രദായത്തിൽ ശിവനെ പൂജിക്കുന്ന സമയം ഭൂമിക്ക് തുലനാവസ്ഥ ഉണ്ടാകും എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്രകാരം അഗസ്ത്യർ ഈ ദേശത്ത് വരികയും ഈ കുറ്റാല ക്ഷേത്രത്തിലെത്തുകയും ചെയ്തു. ഇവിടെ കുറ്റാലം എന്ന പേര് ലഭിക്കാൻ കാരണം ഈ പ്രദേശത്ത് ഒരു ചെറിയ ആൽമരം ഉണ്ടായിരുന്നു. കുറുകിയ ആലിൻ്റെ ചുവട്ടിൽ ഒരു സഭയും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. കുറുകിയ ആൽ നിന്ന സ്ഥലം, അതാണ് കുറ്റാലം എന്ന പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണം. അക്കാലത്ത് വൈഷ്ണവരായിരുന്നു ഈ ക്ഷേത്രത്തിൽ പൂജിക്കാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ശൈവനായിരുന്ന അഗസ്ത്യൻ ഈ ക്ഷേത്രത്തിൽ പൂജിക്കാനെത്തിയ സമയം അദ്ദേഹത്തിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതെ അവർ പുറത്താക്കി. തൊട്ടടുത്ത ദിവസം അദ്ദേഹം ശൈവവേഷം വെടിഞ്ഞ് വൈഷ്ണവ വേഷത്തിൽ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ശിവൻ നിർദ്ദേശിച്ച പ്രകാരം മകുടാഗമ സമ്പ്രദായത്തിൽ വൈഷ്ണവ വിഗ്രഹത്തെ പൂജിക്കുകയും ചെയ്തു. ഇങ്ങനെ വിഷ്ണു വിഗ്രഹത്തിൻ്റെ ശിരസിൽ അഗസ്ത്യർ കൈവച്ച് അമർത്തിയപ്പോൾ അഗസ്ത്യരുടെ കരസ്പർശം കൊണ്ട് വിഗ്രഹം ചുരുങ്ങി ശിവലിംഗമായി മാറി എന്നാണ് ഐതിഹ്യം പറയുന്നത്. അഗസ്ത്യർ കൈകൊണ്ട് വിഷ്ണു വിഗ്രഹത്തിൽ അമർത്തിയപ്പോൾ അഗസ്ത്യരുടെ ഭാരം കൊണ്ട്, അഗസ്ത്യരുടെ ആ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് 5 കൈവിരലുകളും അതിൽ പതിഞ്ഞു എന്നും അതിപ്പോഴത്തെ ശിവലിംഗത്തിൽ കാണാമെന്നും പറയുന്നു. മകുടാഗമ സമ്പ്രദായം അനുസരിച്ചാണ് അഗസ്ത്യർ ഇവിടെ പൂജ ചെയ്തത്. ഇപ്രകാരം ഇവിടെ ശിവക്ഷേത്രമായപ്പോൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും ഭൂമി നേരെയാവുകയും ചെയ്തു എന്ന് ഐതിഹ്യം പറയുന്നു. അപ്രകാരം ഇവിടെ കുറ്റാലം ശിവക്ഷേത്രമായി മാറി. മുഴുവൻ പാറ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവനെ ഭജിക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും നിങ്ങൾക്ക് ഏവർക്കും ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ കാരണമായി മാറും. മഹാദേവനെ ഭജിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനഃശാന്തിയും സമാധാനവും ഒക്കെ കൈവരുന്നത്. കാരണം മരണമെന്നത് പരമമായ സത്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അവസാനിക്കുന്നത് ശിവനിലാണ്, അല്ലെങ്കിൽ സംഹാര തത്വത്തിലാണ്. ശിവഭജനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം, ആനന്ദം ഇവയൊക്കെ അളവറ്റതാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വഴി മഹാവിഷ്ണുവിൻ്റെയും മഹാദേവന്റെയും അഗസ്ത്യരുടെയും ഒക്കെ പ്രീതി ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള പുരാതന ക്ഷേത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ക്ഷേത്രം വളരെ പഴക്കമുള്ളതാണ്. മുഴുവനും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഇടയ്ക്ക് ഇഷ്ടിക കൊണ്ടുള്ള നിർമ്മിതിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. വളരെ പഴക്കമുള്ള ഇത്തരം ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് വളരെ ആനന്ദകരമാണ്. മനോഹരമായ ഈ ക്ഷേത്രം മലനിരകളുടെയും ഒപ്പം തന്നെ വെള്ളച്ചാട്ടവും ഒക്കെ ഇതിന് ചുറ്റും കാണാം. വളരെ ആനന്ദമാണ് ഇവിടെ ദർശിക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നില്ല. കടുത്ത വേനലായതിനാലാണ് ഇങ്ങനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവന്റെയും അഗസ്ത്യമുനിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി.